അമിതേട്ടാ Thank you so much. Hello? Yan ഇങ്ങനത്തെ സിനിമകൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് മലയാള സിനിമയ്ക്ക് ഭയങ്കര ഗുണമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതൊരു വൻ ബഡ്ജറ്റ് പടമൊന്നുമില്ല, പക്ഷെ എന്നാൽ എല്ലാ തരത്തിലുള്ള ചേരുവകളും ചേർത്ത് വളരെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു പടമാണ്. ആൻഡ് ഇതിനകത്തുനിന്ന് വന്നിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്നാൽ നമ്മളൊരു പ്രീച്ചി സ്വഭാവത്തിൽ പോയിട്ടുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, മാത്രമല്ല ഇതിനിപ്പോ ഏത് കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാവുന്ന ഒരു സബ്ജക്റ്റുമാണ്. അത് അസലായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, അസലായിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്, അസലായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അസലായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. പ്രിൻസിപ്പളും നന്നായിരുന്നു. എങ്ങനെയായിരുന്നു പ്രേക്ഷകരോട് കണ്ടപ്പോഴും അവരുടെ സ്നേഹം പങ്കുവെക്കാൻ വേണ്ടി ഓടി വന്ന് കെട്ടിപ്പിടിക്കും, സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സന്തോഷം എങ്ങനെയായിരുന്നു? അവരോട് കൂടി കണ്ടപ്പോൾ പ്രേക്ഷകരോടൊപ്പം ഇത് കാണുമ്പോൾ അവർ ചിരിക്കേണ്ട സ്ഥലത്ത് ചിരിക്കുന്നു, ക്ലാപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് ക്ലാപ്പ് ചെയ്യുന്നു. പിന്നെ അവർ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് അവരെല്ലാം വളരെ സൈലന്റ് ആയിട്ട് എൻഗേജ് ആയിരിക്കുന്നു. അല്ല പിന്നെ അതെ, ഇന്നത്തെ കാലത്ത് മീര പറഞ്ഞ പോലെ ക്ലാപ്പ് കിട്ടുക എന്നുള്ളത് വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദീസ് ടു ഓൺ സ്ക്രീൻ. എവരിബഡി ഇറ്റ്സ് എ ടീം വർക്ക്. ഇതൊരു ടീം വർക്ക് ആണ്. അശ്വിനൊരു കോംബോ excellent performer. He is an excellent performer. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, ഭയങ്കര പാഷനറ്റ് ആണ്. അശ്വിന്റെ പാഷൻ കാണുമ്പോൾ എനിക്ക് പോരെന്ന് തോന്നുന്നു. വെരി ടാലന്റഡ്. പഴയൊരു മീര ജാസ്മിന്റെ തെറ്റി കിട്ടിയെന്നൊക്കെ പ്രേക്ഷകർ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. പഴയതിനേക്കാൾ മികച്ച അശ്വിൻ എന്താണ് പറയാനുള്ളത്? ഇല്ല, ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളിങ്ങനെ ആൾക്കാർ നമ്മൾ കുറേ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട് ഈ ഒരു റിയാക്ഷന് വേണ്ടി ആൾക്കാർ. അത് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് ഓരോ തിയേറ്റേഴ്സ് നമ്മൾ വിസിറ്റ് ചെയ്യും, നമ്മൾ കാണും, നമ്മൾ അറിയാൻ നോക്കും. നമ്മൾ ഒരു തിയേറ്ററും ആൾക്കാരുടെ മാത്രം റിയാക്ഷൻ അല്ല, നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാം എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലായിടത്തും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. വിളിച്ചപ്പോൾ രാവിലെ വന്ന് ഭയങ്കര സാർ എങ്ങനെയുണ്ടായിരുന്നു സാർ? റിവ്യൂ രാവിലെ മുതൽ നല്ല റിവ്യൂ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ്. മാത്രമല്ല നമുക്ക് കളക്ഷൻ വൈസ് ഓൾസോ ഇറ്റ് ഇസ് ഇംപ്രൂവിങ് എവറി ടൈം. അത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്തൊരു ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ഒരു ക്ലാപ്പോ അല്ലെങ്കിൽ ഒരു ചിരിയോ കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. സോ അത് വളരെ മനോഹരമായിട്ട് നടന്നു എന്നുള്ളതാണ്. അതിൽ ഭയങ്കരമുള്ള സന്തോഷമുണ്ട്. അത് പ്രേക്ഷകർ നന്നായിട്ട് അതിനെ ഏറ്റെടുത്തു എന്നുള്ളൊരു സൗകര്യം, ഒരു സന്തോഷം കൂടിയുണ്ട്. അത് വീണ്ടും പടരട്ടെ, പടർന്ന് പന്തലിക്കട്ടെ, വലിയൊരു നമ്പർ ഹിറ്റായിട്ട് മാറട്ടെ. അത് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നമ്മളതാ ഇപ്പൊ ഇവിടെ വന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമേ വലിയ നന്ദി. നിങ്ങളാണ് ഇപ്പൊ ഇത് എല്ലാവർക്കും എത്തിക്കുന്നത്. ഞാൻ പറയുന്നത് കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക, പറയുക എന്നുള്ളതാണ്. അപ്പൊ കുറ്റം പറയാനാണ് ഏറ്റവും എളുപ്പം, ഏറ്റവും റീച്ച് കിട്ടുന്നത് അതിനാണ്. പക്ഷേ നല്ലത് പറഞ്ഞൊന്ന് സ്പ്രെഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ പടത്തിനും കിട്ടുന്നത്. ഇന്ന് ഏതാണ്ട് 6 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ പടത്തിനും നല്ല വിജയം വരട്ടെ. ഞാൻ പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. ചിലപ്പോൾ ലൈക്കിന്റെ കുറഞ്ഞെന്ന് വരും, പക്ഷെ അതാണ്. പിന്നെ വേറൊരാളെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതുകൊണ്ട് ഈ പറയുന്ന ഇവരുടെ എല്ലാ എനർജിയിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ഒരു മനുഷ്യൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അശോകേട്ടനാണ്. അശോകൻ ഐ തിങ്ക് അശോകനൊക്കെ നമ്മൾ വളരെ കാലം മുമ്പ് കണ്ട ആക്ടറാണ്.
സോ ഹി ഹസ് ഡൺ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വളരെ വ്യത്യസ്തമായിട്ട് റോളുകൾ ചെയ്തതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഭയങ്കര ലൈവ്ലി ആയിരുന്നു സിനിമയിൽ. അതുപോലെ മണിയമ്പിള്ള രാജ് സാർ, ശാന്തികൃഷ്ണ മാഡം, ഷോട്ടൻ വന്ന സീനിലൊക്കെ തൂക്കിയടിച്ചു. അതിൽ ഞങ്ങള് പ്രോമിനന്റ് ആയിട്ട് ചെയ്തൊരു കാര്യം, കഞ്ചാവാണെങ്കിൽ ആ യവനികയിലെ ഒരു സാധനം എടുത്തിട്ടുണ്ട്, കഞ്ചാവ് കളത്തി എന്ന് പറയുന്ന സാധനം. യവനികയിലെ സ്വന്തം അച്ഛനല്ലേ കഞ്ചാവല്ല സാറേ, കളത്തി ബാക്കിയുള്ളവരുടെ കാര്യം പറയട്ടെ, ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഇതിന്റെ കാസ്റ്റിംഗിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാരായിരുന്നില്ല. ഇപ്പം അശ്വിന്റെ കൂടെ ഉള്ളവരെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അശ്വിന്റെ ബ്രദറായിട്ട് അഭിനയിച്ചു. അശ്വിന്റെ ബ്രദറിന് നഷ്ടപ്പെട്ടു പോയ കാമുകയാണെങ്കിലും വിനീത്, ഷമീർ, പിന്നെ നിങ്ങളുടെ ഫ്രാങ്കോ ചൂരലില്ലേ, ചൂരൽ മീഡിയ, പിന്നെ ആരൊക്കെയാ? അപ്പൊ ഓക്കെ, കമ്പനി പ്രാർത്ഥിക്കുന്നു. മുണ്ടിട്ടല്ലേ പോയിരുന്നേ, ഇപ്പൊ ശരിയായില്ലേ? നല്ല പെർഫോമൻസ്